നമസ്കാരം. എൻ്റെ പേര് സജന ശ്രീജൻ. വൈലോങ്ങര കളരി ചുവന്ന മണ്ണ്, ഇതാണ് ഈ സ്ഥലത്തിൻ്റെയും കളരിയുടെയും പേര്. ഇവിടെ 6 തലമുറ ചെയ്തു വരുന്ന മഷിനോട്ടം, ജ്യോതിഷം, മാന്ത്രികം, തന്ത്രികം എന്നീ ക്രിയകളൊക്കെയാണ് ഇവിടെ പാരമ്പര്യമായിട്ട് നടത്തി വരുന്നത്. അത് ആദ്യം എൻ്റെ ഭർത്താവ് ശ്രീജൻ പണിക്കർ, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. 4 വർഷമായി. അപ്പോൾ 16 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആൾ ഈ ഒരു ഉപാസനാക്രമവും ഈ ചിട്ടവട്ടങ്ങളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ എല്ലാം ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നത് ഒരു 16 വയസ്സ് മുതലാണ്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് പിന്നെ ആൾ ശക്തമായ സ്വാമിയുടെ ഉപാസനയിലും ഭഗവതിയുടെ ഉപാസനയിലും അങ്ങനെ മുഴുകിയിട്ടാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരവസ്ഥ, ഇത്രയും നല്ലൊരവസ്ഥയിലേക്ക് എത്തിച്ചു തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവായ തന്ത്രി രാധേട്ടൻ, സജീവേട്ടൻ, പിന്നെ അദ്ദേഹം പോയതിന് ശേഷം അവരിലേക്ക് ഇത് പകർന്ന് അവരായിട്ട് ഇപ്പോൾ ഇത് നല്ലൊരവസ്ഥയാക്കി എനിക്ക് കയ്യിലേക്ക് തന്നു. ഇത് എൻ്റെ അച്ഛൻ ആറാട്ടുപുഴ മഷിനോട്ടം ശ്രീകുമാർ പണിക്കർ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് ഞാൻ. അപ്പോൾ ഭർത്താവിൻ്റെ ആ ഒരു പാരമ്പര്യത്തിലും എൻ്റെ വീട് എന്നുള്ളൊരു പാരമ്പര്യത്തിലും ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത് വരും തലമുറയിലേക്ക് നല്ല രീതിയിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുകയാണ്. അതിലുപരി ഇവിടെ വരുന്നതായിട്ടുള്ള ഭക്തർ ഒരുപാട് പേരുണ്ട്. സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വസ്ഥതയും സമാധാനവും ഒക്കെ തേടി വരുന്ന ഒരുപാട് ഭക്തർ. അവർക്ക് രാധേട്ടൻ്റെയും സജീവേട്ടൻ്റെയും അച്ഛൻ്റെയും ഒക്കെ ഒരു അനുഗ്രഹം കൊണ്ട് അവരുടെ ഒരു രീതിയിൽ അവർക്ക് സ്വസ്ഥതയും സമാധാനവും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടും സ്വസ്ഥതയും സമാധാനവും ആക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ ഒരു മനുഷ്യന്, ആ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരങ്ങളുണ്ട്. എല്ലാത്തിനും ഇവിടെ പരിഹാരങ്ങളുണ്ട്. അതിന് വേണ്ട മാർഗങ്ങളുണ്ട്, ശക്തമായ ക്രിയാഭാഗങ്ങളുണ്ട്. അത് അവരുടെ വിഷയങ്ങൾ വേണ്ട രീതിയിൽ മഷി നോക്കിയിട്ടാണെങ്കിൽ മഷി നോക്കിയിട്ട്, അല്ലെങ്കിൽ ജ്യോതിഷ സമ്പ്രദായത്തിലാണെങ്കിൽ ആ രീതിയിൽ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ വിശദമായി നോക്കി അറിഞ്ഞ് അതിനുശേഷം അവർക്ക് അനുയോജ്യമായ ക്രിയകൾ, അവരുടെ ദോഷത്തിന് അനുയോജ്യമായ ക്രിയകൾ എന്താണോ അത് ഇവരിലൂടെ ചെയ്ത് കാര്യങ്ങളെല്ലാം സ്വസ്ഥതയിലേക്ക് സമാധാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ രീതികൾ എന്ന് പറയാനായിട്ട് എല്ലാ ദിവസവും നിത്യപൂജ, നിത്യ അനുഷ്ഠാനം എന്നുള്ള രീതികളുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ അമാവാസി, ശക്തമായ രീതിയിലുള്ള ശാക്തേയ ക്രിയകളോട് കൂടിയിട്ടുള്ള അമാവാസി പൂജകൾ. പിന്നെ മാസത്തിലൊരിക്കൽ നവകം, പഞ്ചഗവ്യം അങ്ങനെയുള്ള കലശാടൽ കാര്യങ്ങൾ. പിന്നെ വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാദിനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്. അത് നമ്മുടെ തന്ത്രികളായിട്ടുള്ള രാധേട്ടനും സജീവേട്ടനും നിർദ്ദേശപ്രകാരമാണ് ഇവിടെ എല്ലാ ആചാരങ്ങളും ചിട്ടകളും ഒക്കെ അത് ശാസ്ത്രവിധിപ്രകാരം എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു 2 വാക്ക് രാധേട്ടനായാലും അച്ഛയാണെങ്കിലും ഒന്ന് പറയാം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവം കൊണ്ടും പറയാനുള്ളത്, ഈ ലോകത്തിൻ്റെ നിലപാട് നമ്മൾ വീക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമില്ല. ആ സമാധാനക്കേട് വരുത്തുന്ന ആ കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി, സമാധാനമായി. ഇത് സാധിക്കാൻ ഈശ്വരനല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ആ ഈശ്വര ചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പൂർവീകപരമായിട്ടുള്ള കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒറ്റമൂലി പ്രയോഗം പോലെയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്ന ആ നിലപാടിൽ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നും സന്തോഷം കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു നിത്യരോഗം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നല്ലൊരു ഡോക്ടറെ കണ്ട് ഒരു മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ മരുന്നും ചില ദിനചര്യങ്ങളും
പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതാവസാനം വരെ നമുക്ക് സന്തോഷമാണ് എന്നതുപോലെ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി ആ അനുഷ്ഠാനത്തിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നും നമ്മൾക്ക് ആ ജീവിത രീതി തന്നെ, മനസ്സിൻ്റെ തലം തന്നെ നമുക്ക് മാറ്റി സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതവും ഒരു സമാധാനവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സമ്പ്രദായമാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കഴിവല്ല, കാരണന്മാർ അത്രയും ത്യാഗം ചെയ്ത് ഞങ്ങൾക്ക് നേടിത്തന്ന ചില ഒറ്റമൂലി പ്രയോഗം പോലെയുള്ള ഫോർമുലകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നോളെ, ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ തൃപ്തി പോലെ മാത്രമേ ഞങ്ങളതിനുള്ള ദക്ഷിണയായിട്ടുള്ള ആ പ്രതിഫലം വാങ്ങുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ തന്ത്രി സംസാരിക്കും. നമസ്കാരം. വൈലങ്കര കളരിയിൽ കുടികൊള്ളുന്നതായ ഈ വിഷ്ണുമായയും ഭഗവതിയെയും പൂർവീകരായിട്ട് ആചരിച്ചു വരുന്നതായ ഈ ചൈതന്യങ്ങളെ വളരെ ശ്രേഷ്ഠമാണ്. അവിടെ വരുന്നതായ ഓരോ ഭക്തർക്കും അവർ പറയുന്നതും അവർ വിചാരിക്കുന്നതുമായ ഓരോ കാര്യങ്ങളും വിധിയാമണ്ണം ചെയ്തു കൊടുത്ത് അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുന്നു. അത് ഇവിടുത്തെ ആ വിഷ്ണുമായുടെയും ഭഗവതിയുടെയും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചൈതന്യമാണ്. ഓരോ ഭക്തർക്കും അതിൻ്റെതായ ഗുണങ്ങൾ ഇവിടെ വരുമ്പോൾ അടിക്കടി വർദ്ധിച്ചു വരുന്നു. നിത്യവും ഇവിടെ വരുന്ന ഓരോ ഭക്തന്മാർക്കും അവർ വന്ന് പ്രാർത്ഥിക്കുന്നതായ ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ താന്ത്രികമായിട്ടുള്ള പൂജകളും ഹോമങ്ങളെല്ലാം നടത്തി അവരുടെ എല്ലാ കാര്യസാധ്യതകളും ഭംഗിയായിട്ട് ഇവിടെ വിഷ്ണുമായാലും ഭഗവതി ആയാലും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. പിന്നെ വളരെ ശ്രേഷ്ഠമായിട്ട് ഇവിടെ താന്ത്രികമായ ക്രിയകളാണ് നടക്കുന്നത്. അത് എല്ലാ മാസത്തിലും നവവും പഞ്ചഗവ്യവും ഗണപതി ഹോമം ഇത്യാദി ക്രിയകളും തദോപരി വാർഷികമായിട്ട് നല്ല രീതിയിൽ തന്നെ വാർഷികമായിട്ടുള്ള കലശങ്ങളും ക്രിയകളും നടത്തി ആ ചൈതന്യത്തെ വിധിയാമണ്ണം ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വിഷ്ണുമായ ആ പ്രാർത്ഥനയെല്ലാം കൈക്കൊണ്ട് അവരെ യഥാവണ്ണം അനുഗ്രഹിക്കുന്നു. നമസ്കാരം. വൈലോങ്ങര കളരി വിഷ്ണുമായ സ്വാമിയുടെയും ദേവിയുടെയും ഈ ശ്രീജൻ പണിക്കർ ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങി വരുന്നതാണ് ഞാൻ. അപ്പോൾ ഈ ദൈവീക സാന്നിധ്യം അന്നു മുതൽ ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറേ പ്രത്യേകതകൾ ആദ്യമേ തുടങ്ങി അറിയാവുന്നതാണ്. പിന്നെ അവിടുത്തെ വിഷ്ണുമായുടെയും ദേവിയുടെയും പൂർണ്ണ അനുഗ്രഹമുള്ള സ്ഥലമാണ്. എല്ലാ രീതിയിലും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് വന്നു. അപ്പോൾ ഒരുപാട് ഭക്തർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അനുഭവം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ദേവിയുടെയും വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുമുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ വ്യക്തി വരുമ്പോഴും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കി അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത് അത് വ്യക്തമായി മഷി നോട്ടായാലും ജ്യോതിഷായാലും നോക്കി അതിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ വൈലോങ്ങര കളരി. അവിടെ പൂർണ്ണമായിട്ടും അവരെ അത് നല്ല രീതിയിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെ അല്ല ഇത് ഇവിടെ ചെയ്യുന്നു. വ്യക്തമായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ വ്യക്തമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് അത് അവർക്കായ ദോഷങ്ങൾ തീർത്തു കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ദേവി ഭദ്രകാളി രൂപത്തിലാണ്. അത് തിരുമാന്താകുന്ന ഭഗവതിയുടെ ഒരു പൂർണ്ണ കല ഉള്ള ദേവിയാണ്. കളരിയിലുള്ള ദേവത തന്നെയാണ്. ഇവിടെ തിരുമാതാംകുന്ന് ഭഗവതിയുടെ സങ്കല്പമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളരിയിൽ ഞങ്ങളുടെ കളരി വൈലോങ്ങര കളരി അങ്ങാടിപ്പുറത്താണ്. ആ കളരിയിൽ ഈ പരദേവതാ സങ്കല്പമായിട്ട് തിരുമാതാംകുന്ന് ഭഗവതിയാണ് ഉള്ളത്.
അപ്പോൾ ആ ഭഗവതിയുടെ അതേ സങ്കല്പം തന്നെയാണ് ഇവിടുത്തെ ദേവീക്ഷേത്രത്തിലും ഉള്ളത്. വിഷ്ണുമായ എന്ന് പറയുന്നത് ഇവിടുത്തെ മുത്തച്ഛന്മാരായിട്ട് ഉപാസിച്ച് വന്ന ഒരു ഉപാസനാമൂർത്തിയാണ്. ഭഗവതി എന്ന് പറയുന്നത് ഓൾറെഡി കളരിയിലുള്ളതാണ്. മുത്തച്ഛനായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനായിട്ട് ഉപാസിച്ച് വന്ന മൂർത്തിയാണ് ഉപാസനാമൂർത്തിയായിട്ടുള്ള വിഷ്ണുമായ. അപ്പോൾ പിന്നെ ആ സ്വാമിയോട് ബന്ധപ്പെട്ട് ചാത്തന്മാർ, പിന്നെ ഗണപതിയും കളരിയിലുള്ളത് തന്നെയാണ് കേട്ടോ. കളരിയിൽ അത്രയും പ്രാധാന്യമുള്ളത് തന്നെയാണ് ഗണപതി. അപ്പം അതേ ഗണപതിയുടെ സങ്കല്പം തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ നാഗ, രക്ഷസ്, ഭുവനേശ്വരി, ഇതൊക്കെയാണ് ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ. അതിൻ്റെ ആചാരങ്ങളും ചിട്ടയും ക്രമമൊക്കെ എൻ്റെ ഗുരുക്കന്മാരും കൂടിയായിട്ടുള്ള രാധേട്ടനും സജീവേട്ടനും അച്ഛനും ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്തു പോകുന്നത്. അദ്ദേഹം പോയതിനു ശേഷം അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് അതിൻ്റെതായ രീതിയിൽ ദേവതകളുടെ കുറവുകളും മറ്റുള്ള അവസ്ഥകളൊക്കെ എല്ലാം മാറ്റി അതിൻ്റെതായ രീതിയിൽ പൂർണ്ണ ചൈതന്യത്തിലേക്ക് അദ്ദേഹം പോയതിനു ശേഷം തന്ത്രികളായ എൻ്റെ ഗുരുക്കന്മാരായിട്ടുണ്ടായിരുന്നു സജീവായിട്ടും അച്ഛനൊക്കെയാണ് ഇപ്പം ഇന്ന് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പടിത്തരം ഉണ്ടാക്കി തന്നത് ഇവരാണ്. ഇവിടെ രാവിലെ കൃത്യം 5:30 നട തുറക്കും. ദേവിയുടെ ക്ഷേത്രമായാലും സ്വാമിയുടെ ക്ഷേത്രമായാലും 5:30 നട തുറക്കും. 5:30 നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകം, മലർനേദ്യം, അത് കഴിഞ്ഞ് ഉഷപൂജ, അതേ അവസ്ഥ തന്നെ മറ്റുള്ള എല്ലാ ദേവതകളും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാഗങ്ങൾക്കും കൂടി നിത്യേന ഒരു പൂജയുണ്ട്. പിന്നെ നിവേദ്യങ്ങളായിട്ട് ഹവിസ്, പാൽപ്പായസം, ശർക്കര പായസം, അങ്ങനെയുള്ള കാര്യങ്ങൾ ദിവസേന നിവേദ്യങ്ങളായിട്ട്. പിന്നെ മാസത്തിലൊരിക്കൽ ഒരു ഗണപതി ഹോമം, മാസത്തിൽ വിശേഷമായിട്ട് കർത്തവാവിന് അമാവാസി വിശേഷാൽ ശാക്തേയ പൂജകൾ, അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ നവകം പഞ്ചഗവ്യം എന്നുള്ളൊരു ക്രിയ, താന്ത്രികമായിട്ടുള്ള ക്രിയകൾ. അത് പിന്നെ വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാദിനം, 108 കലശത്തോട് കൂടിയിട്ട് ആടിയിട്ടുള്ള പ്രതിഷ്ഠാദിനോത്സവം. ഇങ്ങനെയാണ് നിത്യേനയും അതുപോലെ തന്നെ മാസത്തിലും വാർഷികമായിട്ടും ചെയ്തു വരുന്നത്. വിശേഷമായിട്ട് ഇവിടെ നാഗങ്ങളുണ്ട്. നാഗങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് പാലും നൂറും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സന്താനങ്ങളില്ലാത്തവർ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സന്താനലബ്ധി ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നാഗദോഷങ്ങൾ കാണുന്നവർക്ക്, രാഗുദോഷങ്ങൾ, ഇതിനൊക്കെ പ്രത്യേക പരിഹാരങ്ങളും പൂജകളും ഇവിടെ നടത്തി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വിശേഷമായിട്ട് രക്ഷസ് ഉണ്ട്, ഭുവനേശ്വരി ഉണ്ട്. അവർക്കും പ്രത്യേകമായിട്ട് വിശേഷമായിട്ട് രക്ഷസിൻ്റെ ഉപദ്രവമുള്ളവർക്ക് രക്ഷസിന് പത്മട്ട് പ്രത്യേകം പാൽപ്പായസം കഴിച്ചാൽ ഉപദ്രവം തീർത്തു കൊടുക്കുന്നുണ്ട്. സ്ഥല സംബന്ധമായ ദോഷങ്ങൾക്ക് ഇവിടെ വിശേഷമായിട്ട് ഒരു പൂജയുണ്ട്. ഭൂമി സംബന്ധമായി, ഭൂമി വിൽക്കാനായിട്ടായാലും മാത്രമല്ല ഇനി ഭൂമി വാങ്ങിക്കാനായിട്ടും ജോലി സംബന്ധമായിട്ടും ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റേതായ രീതിയിൽ ഓരോ ദേവതകളെ പൂജിച്ച് പ്രീതിപ്പെടുത്തി അവരെ കാര്യം നടത്തി കൊടുക്കുന്നുണ്ട്. വിശേഷമായിട്ട് ഭഗവതി ചൈതന്യം തിരുമാന്താങ്കുന്ന് ഭഗവതിയുടെ രീതിയിലാണ് ഇവിടെ പൂജിക്കുന്നത്. അതിൻ്റേതായ വിശേഷങ്ങൾ നേദ്യങ്ങളും അതിൻ്റെ ഗുരുതിയും വാർഷികമായിട്ട് ഗംഭീരമായ ഗുരുതികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ദേവിയുടെ അവിടെ വന്ന് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് അനവധി ആളുകളുടെ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വിഷ്ണുമായിക്ക് വിശേഷമായിട്ടുള്ള ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാർത്ഥനാദോഷങ്ങൾ, പ്രേതദോഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിശേഷമായിട്ടുള്ള ഓരോന്നിനും ഓരോ രീതിയിലുള്ള ക്രിയകളും ബാധാപരിഹാരങ്ങളും ചെയ്ത് ഓരോ വ്യക്തികൾക്കും അവരുടെ കാര്യസാധ്യത ചെയ്തു കൊടുക്കുന്നുണ്ട്. വിഷ്ണുമായിക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ ദേവിക്കും കൊടുക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് ഗുരുതി പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി, അങ്ങനെയുള്ള അർച്ചനകൾ, വിവാഹ തടസ്സം മാറാനായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി, അങ്ങനെയുള്ള പുഷ്പാഞ്ജലികൾ, അർച്ചനകൾ ഭഗവതിയുടെ രത്ത് വിശേഷമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാർഷികമായിട്ട് നമ്മൾ ശത്രുബാധ ദോഷങ്ങൾ തീരാനായിട്ട് എല്ലാവരും ഗുരുതി തർപ്പണം ദേവിക്ക് പ്രാധാന്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ബാധാദോഷങ്ങൾ കൂടുതൽ നമ്മളതിൽ
പ്രശ്നവശാൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീരാനായിട്ട് മുട്ടിറക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്വാമിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ദേവിക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. ദേവിയുടെ പൂർണ്ണ അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വൈലോങ്ങര കളരി. മനുഷ്യന് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ 2 വശങ്ങളുണ്ട്. അപ്പം അതിൽ ദുഃഖം അല്ലെങ്കിൽ ഒരു ദുരിതം ബാധിക്കുക എന്നുള്ളത് ഒരു ജ്യോതിഷ ശാസ്ത്രപരമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ 5 രീതിയിലാണ് അല്ലേ രാധേട്ടാ? 5 രീതിയിലാണ്. അതായത് പിതൃക്കളുടെ ദോഷങ്ങളെ കൊണ്ട്, പ്രേത ദുരിതങ്ങളെ കൊണ്ട്, ശത്രുബാധകളെ കൊണ്ട്, അവനാൻ്റെ കർമ്മഫലങ്ങളെ കൊണ്ട്, അതുപോലെ നാഗങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട്, അതുപോലെ ആഭിചാര ദോഷങ്ങളെ കൊണ്ട്, അങ്ങനെ പിന്നെ ശാപാദി ദുരിതങ്ങളെ കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യന് ദേവത ധർമ്മദേവതാകോപം എന്നീ അവസ്ഥകളെ കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യന് ഒരു ദുഃഖം വന്നു ചേരുക. അതിൽ മെയിനായിട്ടും പിതൃക്കളുടെ ദോഷം, ധർമ്മദേവതാകോപം, കർമ്മഫലം, ശാപാദി ദുരിതങ്ങൾ, അതുപോലെ നാഗദോഷങ്ങൾ. ഇങ്ങനെ ഈ രീതിയിലാണ് ഒരു മനുഷ്യന് നാശം അല്ലെങ്കിൽ ഒരു ആപത്ത് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ വരുന്ന ആൾക്ക് എന്താണോ ആ ദോഷത്തിന് ഉചിതമായ ക്രിയ അത് വിദ്യാവണ്ണം കൃത്യമായ രീതിയിൽ ചെയ്ത് അവർക്ക് ശാന്തിയും സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു വട്ടം വന്നു ഒരു പൂജ ചെയ്തു, ആ ഒരു പൂജയിൽ എല്ലാമായി എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ കാണരുത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിത്യേന ഒരു ഉപാസനയോ അല്ലെങ്കിൽ ഒരു ജപോ ഒരു തപോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതി അവരത് കൈകൊണ്ട് പോകേണ്ടതാണ്. അല്ലാതെ ഒരു പൂജ ചെയ്തു ആ പൂജയിൽ എല്ലാം അങ്ങടായി എന്നുള്ളത് വിചാരിക്കരുത്. അത് നിത്യേനയും ദിവസേനയും ആ ഒരു ദൈവികമായ ഒരു അനുഗ്രഹം എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണം. ആ ദൈവികത എന്ന് നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നു അവിടെ അപ്പോൾ നമുക്ക് ഒരു ദുരിതം അല്ലെങ്കിൽ ദുഃഖം അപ്പോൾ അവിടെ കയറിപ്പിടിക്കും. അപ്പോൾ ആ രീതിയിൽ ദൈവികത നിലനിർത്താനും വേണ്ടിയിട്ടുള്ള മന്ത്രോപദേശങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ഈ ക്രിയാഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിദ്യാവണ്ണം ഞങ്ങളത് മന്ത്രോപദേശം കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഉപദേശം കൊടുക്കുന്നതാണ്. അതായത് സാധാരണ രീതിയിൽ ഒരു അഷ്ടോത്തരവും പഞ്ചാക്ഷരിയും ജപിച്ചാൽ തന്നെ ഒരു മനുഷ്യന് ദുഃഖം മാറും. അത് നിത്യേന ജപിച്ച് വന്നാൽ തന്നെ അതിന് ശാന്തി സമാധാനം കിട്ടും. പിന്നെ അത്യധിക കഠിനമായിട്ടുള്ള ദോഷങ്ങൾ നിലനിൽക്കുമ്പോൾ ആ ദോഷങ്ങൾ തീർത്തിട്ട് വേണം ഈ പ്രാർത്ഥന ഈ മന്ത്രജപം കൊണ്ടുപോകാൻ. ആ അത്രയും കഠിനമായ ദോഷങ്ങൾ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ജപമുറ പോവുകയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു പൂർണ്ണ ഫലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താണോ നമ്മളിൽ നിൽക്കുന്ന കേട് ആ കേടിനെ മാറ്റിക്കൊണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു മന്ത്ര ഉപാസന എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജപം തപം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇവിടെ ശാന്തിയും സമാധാനം ഉണ്ടാവും. അതാണ് അതിൻ്റെ വേറൊരു വശം. ഞാനിവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വിദ്യ മഷിനോട്ടാണ്. മഷിനോട്ടാണ് ഞാൻ കൂടുതലായിട്ടും മഷി നോക്കിയിട്ടാണ് ഞാൻ ആളുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ഋഷിവര്യന്മാർ ഹിമാലയം പോലുള്ള ഹിമാലയം പോലെയുള്ള അതായത് നമ്മൾ പണിക്കരുടേതായിട്ടുള്ള ജാതിനി പണിക്കരി എന്ന തൊഴിലിൽ നിന്നാണ്. അപ്പൊ ഞങ്ങളുടേതായിട്ടുള്ള തൊഴില് ജ്യോതിഷ സമ്പ്രദായത്തിൽ ഞങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ദുരിതങ്ങൾ വരും. അപ്പോൾ ആ ദുരിതം മാറ്റണമെങ്കിൽ മാന്ത്രികം അറിയണം. അപ്പോൾ ജ്യോതിഷായി മാന്ത്രികമായി ഈ ദുരിതങ്ങളെ കൊണ്ട് തന്നെ രോഗങ്ങൾ വരുന്നത്. ആ രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ കൂടെ നോക്കുമ്പോൾ അതിന് ആയുർവേദം അറിയണം. അപ്പോൾ ജ്യോതിഷം, മാന്ത്രികം, ആയുർവേദം. പിന്നെ ഇതിൻ്റേതായിട്ടുള്ള ചില ചികിത്സാ രീതിയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നമ്പർ 1 ആവണം. അതിന് യോഗയും ഞങ്ങൾ അഭ്യസിക്കും. അപ്പോൾ യോഗ അങ്ങനെ വരുന്ന സമ്പ്രദായത്തിൽ ഈ മഷിനോട്ടം ഞങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ തോട്ടുമുത്തച്ഛൻ, അതായത് ഒരു 4ാമത്തെ തലമുറ മുമ്പുള്ള തോട്ടുമുത്തച്ഛനാണ് ഈ മഷിനോട്ടം കിട്ടിയത്. അത് കിട്ടാനുള്ള കാരണം ഹിമാലയ സാനിൽ നിന്ന് വന്ന ഒരു സന്യാസി വര്യൻ
അന്ന് ഈ കേരളം മൊത്തം ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങൾ വെച്ച് നോക്കുമ്പോൾ 64 ഗ്രാമമായിരുന്നു. അതിൽ പ്രാധാന്യം ആറാട്ടുപുഴ അടുത്ത് വന്ന് ഭരണശാല കെട്ടി അദ്ദേഹത്തിൻ്റെ നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയുള്ള ചില വിദ്യകൾ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന രൂപത്തിൽ കൂടെ കുറച്ച് കുട്ടികളെ വരുത്തിയതിൽ അങ്ങനെ മനുഷ്യന്റെ 6ാം ഇന്ദ്രിയം വസ്തുവാണ് ഈ മഷിനോട്ടം എന്ന് പറയുന്നത്. ധ്യാനത്തിൽ കൂടിയും ജപത്തിൽ കൂടിയും അങ്ങനെ ആ മനസ്സിനെ അറിഞ്ഞ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് മഷിനോട്ടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മഷിനോട്ടം കിട്ടിയത്. അത് 4 തലമുറയായിട്ടും ഇന്നും കെടാതെ അതിന്റെ പ്രശസ്തി ഇങ്ങനെ വർദ്ധിച്ച് കയറി വരുന്നു. എന്തായാലും ഈ പറഞ്ഞ മാതിരി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാൾക്ക് ഒരു കാര്യം നടക്കില്ല. അപ്പൊ എന്തിനും ഒരു അളവുണ്ട്. കൂടിയാലും കുഴപ്പ, കുറഞ്ഞാലും കുഴപ്പ. അപ്പൊ ആ അളവ് വെച്ചുള്ള രൂപത്തിൽ കൂടെ ആ അനുഷ്ഠാനം ആര് കൊണ്ടുപോകുന്നുവോ അവർക്ക് എന്നും വിജയം. ഇതാണ് ഇവിടുത്തെ ഈ മഷനോട്ടത്തിനെ പറ്റിയിട്ടുള്ള തരത്തിലുള്ള. പിന്നെ കണ്ണാകുളം തറവാട്ടില് തോട്ടുമുത്തച്ഛൻ നിന്ന് പിന്നെ ഓരോരോ അച്ചാച്ചന്മാർക്ക് അങ്ങനെ പകർന്നു കിട്ടി ഇത്. അതില് അച്ഛൻ്റെ അച്ഛമ്മ നന്നായി മഷി നോക്കുമായിരുന്നു. അപ്പോൾ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ ആ മുത്തച്ഛി മാത്രമാണ് അന്ന് നോക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു പാരമ്പര്യമായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യാനും അറിഞ്ഞോ അറിയാതെ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരും എന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് എനിക്ക് ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നത്. അപ്പം അത് അച്ഛൻ്റെ ആ ഒരു ശാസനയിൽ ഞാനത് തികച്ചും പഠിച്ച് ഉപാസിച്ച് വന്ന് അങ്ങനെ ആ മഷിനോട്ടവും ഞാനും അതങ്ങനെ കരസ്ഥാക്കി. അപ്പം ആ പാരമ്പര്യം, ആ മുത്തശ്ശിയുടെ ആ ഒരു പാരമ്പര്യം ഈ തലമുറയിൽ എനിക്കാണ് അത് വന്നു ചേർന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് അറിഞ്ഞറിയാതെയോ അങ്ങനെ വന്നതാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ വരും എന്ന് വിചാരിച്ചിരുന്ന ഒരാളേ അല്ല. അദ്ദേഹം ഭർത്താവിൻ്റെ ആ ഒരു ചിട്ടയിൽ അതിനനുസരിച്ച് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഭർത്താവിൻ്റെ വീട്ടിലും വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിട്ടയ്ക്കും അനുഷ്ഠാനത്തിനും ഒപ്പം ഞാൻ നിന്നു. അദ്ദേഹം കടുത്ത രീതിയിലാണ് വ്രതങ്ങൾ അനുഷ്ഠിച്ചിരുന്നത്. 1 വർഷം മൗനവ്രതം ഇരുന്നു. ഒരു 2 വർഷക്കാലം ഭക്ഷണം ഉപേക്ഷിച്ച് ഇരുന്നു. ഇവിടെ ഒരു ചെറിയൊരു പർണശാലയൊക്കെ കെട്ടി അതിലങ്ങനെ ഇരുന്നു. എന്നിട്ട് തെക്കേമഠത്തുനിന്ന് മൂപ്പിൽ സ്വാമിയാർ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം 1 വർഷക്കാലം മൗനവ്രതത്തിലേക്ക് പോയി. അവിടെ തുടങ്ങിയാണ് എനിക്ക് ഈ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ എന്തോ ഒരു നിയോഗം പോലെ ആൾ എന്നെ ഇതിലേക്ക് എത്തിക്കന്നെയായിരുന്നു. ആൾക്കും അറിയായിരുന്നു അദ്ദേഹം എത്ര കാലം ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു. 42-43 വയസ്സിനപ്പുറം ഞാനില്ല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം തുടക്കം മുതലേ പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ അതിനൊന്നും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു വാക്ക് പറയണു എന്നുള്ളൊരു രീതിയായിരുന്നു. പക്ഷെ അത് ശരിക്ക് അത് ആ അനുഭവത്തിൽ വന്നപ്പോൾ അപ്പോൾ അതിലേക്ക് ആളങ്ങനെ ഇല്ലാതെയായി കഴിയുമ്പോൾ അതിലേക്ക് എന്നെ കൃത്യമായിട്ട് ആള് നയിക്കുക തന്നെയായിരുന്നു. 7 വർഷക്കാലം ആള് സന്യാസ ജീവിതം തുടർന്നു. ഈ മൗനവ്രതം സ്റ്റാർട്ട് ചെയ്തതോടുകൂടി 7 വർഷക്കാലം ആ സന്യാസ ജീവിതം. അപ്പം അതിനനുസരിച്ച് എനിക്ക് നിൽക്കേണ്ടി വന്നു. ആ രീതിയിൽ എനിക്ക് പോകേണ്ടി വന്നു. അത് എന്തൊക്കെയാണോ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ അത് അതേപടി എനിക്കും ചെയ്തു വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് കാലം എന്നെ അതിലേക്ക് എത്തിച്ചതാണ്. ഞാനായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നതല്ല, ഈശ്വരനായിട്ട് കാലം എന്നെ ഇതിലേക്ക് എത്തിച്ചതാണ്. പിന്നെ 2 ആൺമക്കളാണ്. അപ്പോൾ അവരിലേക്ക് ഈ പാരമ്പര്യം ഇനി കൊണ്ടുപോകേണ്ടത് അവരാണ്. അപ്പോൾ അവരിലേക്ക് അത് ഭംഗിയായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അത് എവിടെയും അതിൻ്റെ ഒരു തനിമ ചോരാതെ കണ്ട് ആ സത്യവും ധർമ്മവും നിലനിർത്തിക്കൊണ്ട്
അവരിലേക്ക് ഇത് അതേപടി പകർന്നു കൊടുക്കാനാണ് എൻ്റെ വേറൊരു ലക്ഷ്യം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ ദുഃഖമായിട്ട് കയറി വരുമ്പോൾ അവർക്കും എന്നാലാവുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക, അവരിലേക്ക് എത്തിക്കുക. എന്നിട്ട് ശാന്തിയോടും സമാധാനത്തോടു കൂടി ജീവിക്കട്ടെ. വേറെ കുറേ സൗഭാഗ്യങ്ങൾ വരുന്നല്ല, ഒരു സമാധാനം, മനുഷ്യനായാൽ ഒരു സമാധാനം വേണം. ആ സമാധാനത്തോടു കൂടി ഒരു നേരം ഉണ്ടുറങ്ങാൻ പറ്റണം, അത്രേ വേണ്ടു. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ കൃത്യാവണ്ണം ഞങ്ങളിവിടെ ചെയ്തു പോരുന്നുണ്ട്. അങ്ങനെ എൻ്റെ മരുമകൻ വ്രതത്തിൻ്റെ വ്രതം എടുത്തുകൊണ്ട്, ആൾക്ക് വ്രതം എടുക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലഹരിയാണ്. അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ആ സമയത്തിന് ഇവിടെ വിഷ്ണുമായയുടെ ഒരു അമ്പലം പ്രതിഷ്ഠിക്കണം, അമ്പലം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിനത്രയും ശ്രേഷ്ഠനായിട്ടുള്ള, അത്രയും പ്രഗത്ഭനായിട്ടുള്ള പെരുമനം ഗ്രാമത്തിൻ്റെ മുഖ്യ ആളായിട്ടുള്ള KPSC മാഷ ആണ് വരുത്തിയിട്ടാണ് ഇവിടെ ഈ കല്ലിടൽ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നിർവഹിച്ചത്. അദ്ദേഹം അത്രയും സന്തോഷത്തോടു കൂടി, സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും അദ്ദേഹം വരില്ല, പക്ഷെ അദ്ദേഹം വന്നപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് അത്രയും തൃപ്തിയായി, അത്രയും ചിട്ട പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്, അതിൻ്റെ പേരിൽ ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്തു തരാം എന്നുള്ള ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇവിടെ. അദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യത്തെ തന്ത്രി. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്, പിന്നെ ഭർത്താവിൻ്റെ മരണശേഷവും കൂടിയിട്ട്, പിന്നെ അതിനുശേഷം ഭർത്താവാണ്, അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന രാധേട്ടനും സജീവേട്ടനും അവർ തന്ത്രിസ്ഥാനം അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ വെച്ച ആ രീതിയിൽ അവരേലും ഇവിടേക്ക് നിയോഗിക്കപ്പെടുത്തിയത്. ഇതാണ് ഇവിടുത്തെ നാഗപ്രതിഷ്ഠ. ഇവിടെ നാഗങ്ങൾക്ക് നിത്യേന പൂജയുണ്ട്. സാധാരണ വാർഷികമായിട്ടാണ് എല്ലായിടങ്ങളിലും നാഗങ്ങളുടെ പൂജ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അത് പറ്റില്ല, ഇവർക്ക് നിത്യേന പൂജയും വിളക്കും വേണം. അതങ്ങനെയാണത്. അത് ഒരു ദിവസം പോലും നമുക്കത് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് ആ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ പ്രത്യേകം അതെടുത്ത് പറയണ്ടായി. ഇവിടെ വരുന്ന സന്താന ദുരിതം അനുഭവിച്ചു വരുന്ന ആളുകൾക്ക് ഈ നാഗങ്ങൾക്ക് വേണ്ടിയുള്ള പൂജ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ അതിനുള്ള ഫലപ്രാപ്തി അവർക്ക് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഭുവനേശ്വരിയും രക്ഷസും. ഭൂമി സംബന്ധമായിട്ട് കാണുന്ന എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, ദുരിതങ്ങളുണ്ടോ, ശാപങ്ങളുണ്ടോ, അതിനൊക്കെ ഈ രക്ഷസും ഭുവനേശ്വരിക്കും വേണ്ട ക്രിയകൾ വിദ്യാവണ്ണം ചെയ്തു കഴിഞ്ഞാൽ അതിന് സമാധാനം നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഗണപതി. കളരിയിലുള്ളതാണ്, വൈലോങ്ങര കളരിയിൽ. അവിടെ പ്രത്യേകമായിട്ട് ഗണപതിക്ക് പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതേ കളരിയുടെ സമ്പ്രദായത്തിൽ തന്നെയാണ് ഇവിടെയും ഗണപതിയുടെ പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ തൊഴിൽ തടസ്സം, അതുപോലെ എന്ത് കാര്യസാധ്യത്തിൻ്റെ തടസ്സങ്ങളുണ്ടാണെങ്കിലും, പ്രത്യേകിച്ച് തൊഴിൽ തടസ്സത്തിനാണ് ഇവിടെ ഗണപതി ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് തിരുമാതാംകുന്ന് ഭഗവതി. ഭഗവതിയും ഞങ്ങളുടെ കളരിയിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹവും തേടി എല്ലാവരും ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് വിവാഹം കഴിയാത്ത ആളുകൾ, അവർക്കാണ് ഇവിടെ ഭഗവതിയുടേതായിട്ടുള്ള പൂജ, സ്വയംവര പുഷ്പം, അതിൽ കാര്യസാധ്യം ഉണ്ടാകുന്നത് ഭഗവതിയുടെ അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് കളരി സങ്കല്പ തറ. ഇത് അവിടുത്തെ വൈലോങ്ങര കളരിയുടെ ഒരു സങ്കല്പമുള്ള തറയാണിത്. ഇതിൽ ഭുവനേശ്വരിയുടെ സങ്കല്പമുണ്ട്, കളരി ഗുരുവിൻ്റെ സങ്കല്പമുണ്ട്, ഗണപതിയുടെ സങ്കല്പമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ തറ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അങ്ങാടിപ്പുറത്ത് മുത്തച്ഛന്മാരായിട്ടും നടത്തി വന്ന ആ ഒരു കളരി ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ
അച്ഛൻ്റെ കാലത്തുനിന്ന് അങ്ങാടിപ്പുറത്തുനിന്ന് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതാണ്. അത് നേരെ എളനാട്ടിലേക്കാണ് വന്നത്. എളനാട് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ കീഴിൽ അവിടെ പ്രത്യേകമായിട്ട് അന്നത്തെ സാമൂതിരിപ്പാട് പ്രത്യേകമായിട്ട് സ്ഥലം ദേശത്തെ പണിക്കര് എന്നുള്ള സ്ഥാനം കൊടുത്ത് ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ള ഭൂമിയും, അതായത് കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ള ഭൂമിയും അതുപോലെ തന്നെ വീടും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ എളനാട് ദേശത്ത് ഇരുന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ചാച്ചനായിട്ട് പിന്നെ ഇവിടേക്ക് വന്നത്. ആ എളനാട്ടിൽ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം കിടക്കുന്നത്. അങ്ങാടിപ്പുറത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ദേശത്തെ പണിക്കരായിട്ട് എളനാടിൽ നിന്ന് വന്നു. എളനാടിൽ നിന്ന് പിന്നെ ചോന്നമണ്ണ്, അത് അച്ചാച്ചനായിട്ട് പിന്നെ ചോന്നമണ്ണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ജ്യോതിഷം നോക്കുക എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇന്നൊക്കെയാണ് ആളുകൾ നമ്മളുടെ അടുത്ത് വരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ അവിടെ നേരിട്ട് എന്താ പറയുക, ഓരോ ആളുകളുടെ വീടുകളിലും നേരിട്ട് പോയി നോക്കുക എന്നുള്ളൊരു സമ്പ്രദായ രീതിയായിരുന്നു. അപ്പോൾ എളനാടിൽ നിന്ന് ഈ ചുവന്ന മണ്ണ്, ചെമ്പൂത്ര അങ്ങനെ പറയുന്ന ഈ പ്രദേശത്തേക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ അച്ചാച്ചനായിട്ട് അന്ന് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ചുവന്ന മണ്ണ്, ചെമ്പൂത്ര ഭഗവതിയുടെ മണ്ണിൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സങ്കേതം ഉണ്ടാവാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ ഭാഗത്തെ ആളുകൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നെ ഇവിടെ ഒരു സങ്കേതം ഉണ്ടാക്കി ഇവിടെ തന്നെ അങ്ങനെ നിന്നത്. പിന്നെ ഇപ്പം ഈ കാണുന്ന അവസ്ഥ ആക്കിയെടുത്തത് എൻ്റെ ഭർത്താവാണ്, ശ്രീജൻ പണിക്കരാണ്. അദ്ദേഹമാണ് ഇതെല്ലാം ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുത്തത്. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്തേക്ക് പോകാം. ഇവിടെയാണ് ആളുടെ പ്രേതത്തിനെ ആവാഹിച്ച് പീഠത്തിലാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പം ഈ കാണുന്ന ഒരു അവസ്ഥ പൂർണ്ണമായിട്ടും അത് ആളുടെ ഒരു കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു അറിവിനനുസരിച്ചാണ് ഇപ്പം ഈ കാണുന്ന അവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആൾക്കൊരു സ്ഥാനം നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു ശക്തിയായിട്ട്, എനിക്കൊരു ബലമായിട്ട്, എന്തും ആൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയാണ് ആളുടെ പ്രേതത്തിനെ പീഠത്തിലേക്ക്, 4 കാലുള്ള പീഠത്തിലേക്ക് ആവാഹിച്ച് ആളെ ഇവിടെ അങ്ങനെ കുടിയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ വരുന്നതായിട്ടുള്ള ആളായിട്ട് അത്രയും ആത്മബന്ധം ഉള്ള ആളുകൾ ഇന്നും ഇവിടെ വന്ന് തൊഴുത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനുള്ളതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ അതിലും ഒരുപാട് ആളുകൾക്ക് കാര്യസാധ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഇവിടുത്തെ ചാത്തന്മാരുടെ സങ്കല്പം. സ്വാമിയുടെ വടക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് ഇവരെ ഇരുത്തിയിരിക്കുന്നത്. ഇവർക്ക് എല്ലാ ദിവസവും പൂജയുണ്ട്, നിവേദ്യമുണ്ട്. അമാവാസിക്ക് വിശേഷാലുള്ള ഗുരുതി, കലശം കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ചാത്തന്മാരാണ് സ്വാമിക്ക് വേണ്ടി പുറത്തു പോയി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ ആളുകൾ എന്നുള്ളത്, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആ ചാത്തന്മാരുടെ സങ്കല്പം ഇവിടെ ഉണ്ട്. അവർ ഇവിടെ അത്രയും ഒരു എന്താ പറയുക, ഈ മണ്ണിനെ കാത്ത് സംരക്ഷിച്ച് അവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെയൊക്കെ കാത്ത് സംരക്ഷിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പുറത്ത് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ധൈര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് തന്നെ നടയടച്ച സമയത്ത് ഓടി വന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് തന്നെ ചാത്തന്മാരെ നോക്കി നമുക്ക് പറയാം, ആ കാര്യം ഒന്ന് സാധിച്ചു കൊടുക്കണേ എന്നുള്ളത് നമുക്ക് തുറന്നു പറയാം. അപ്പോൾ ഇവരിവിടെ എപ്പോഴും ഇങ്ങനെ കാവലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അത്രയും വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് മഷി നോക്കാറ്. ഇതാണ് മഷിപ്പെട്ടി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഉപാസിക്കുന്നതായിട്ടുള്ള മൂർത്തികളുണ്ട്. അപ്പോൾ ആ മൂർത്തികളെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ മഷി നോക്കാറ്. ആളുകൾ ഇവിടെ എൻ്റെ നേരെ മുന്നിൽ വന്നിരിക്കും. ഇവിടെ ഇരുന്നിട്ടാണ്, വെറ്റിലയിലാണ് ഞാൻ മഷി നോക്കാറ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ തന്നെ 3 രീതിയിലാണ് ജ്യോതിഷം
കൈകാര്യം ചെയ്യുന്നത് ആളുകൾ. അതായത് താമ്പൂല പ്രശ്നമായിട്ട്, സ്വർണ്ണ പ്രശ്നം അല്ലെങ്കിൽ അഷ്ടമയുടെ പ്രശ്നം, പിന്നെ സാധാരണ പ്രശ്നം എന്നതുപോലെ ഇവിടെ സാധാരണ രീതിയിൽ നോക്കുന്ന മഷിയാണ് ഇത് താമ്പൂലത്തിൽ. ഇതിനേക്കാൾ വലിയ മഷി കണ്ണാടിയിൽ ആയിട്ടുള്ളതുണ്ട്. അപ്പം അങ്ങനെ 2-3 തരത്തിലുണ്ട്. മഷിയാണെങ്കിലും ജ്യോതിഷാണെങ്കിലും നോക്കുന്ന രീതികൾ കിട്ടും. അതങ്ങനെ. അപ്പം അതിൽ ഞാൻ താമ്പൂലത്തിൽ മഷി തേച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ദേവതകളുടെ ആ ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. ഞാൻ സാധാരണ രീതിയിലുള്ളൊരു സ്ത്രീയാണ്. വലിയ മഹത്വം എന്ന് പറയാനായിട്ടുള്ളതൊന്നുമില്ല. അദ്ദേഹം പോയതിന് ശേഷം ഞാനിത് വേണ്ട രീതിയിൽ അഭ്യസിച്ച് അതിൻ്റെ രീതിയിൽ ആ ദേവതകളുടെ കടാക്ഷം കൊണ്ട് ഇരുന്ന് നോക്കി പറയുന്നു. അത് ശരിയായി വരുന്നു, അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ആളുകൾക്ക് കാര്യസാധ്യം ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു ബലത്തിലാണ്, ദേവതകളുടെ ആ ഒരു ബലത്തിലാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അല്ലാതെ എനിക്കായിട്ടൊരു കഴിവോ സിദ്ധിയോ ഒന്നും തന്നെ ഇല്ല. ഏതൊരു മനുഷ്യർക്കും അങ്ങനെ ഒരു ദൈവികമായൊരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സിദ്ധി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റേതായ ചിട്ടയും അനുഷ്ഠാനവും ആ ജപവും തപവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം സാധ്യമാക്കിയെടുക്കാം. നമുക്ക് എന്ത് വിഷമം വരികയാണെങ്കിലും പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമുക്ക് കണ്ണുമ്മ തട്ടേണ്ടത് പിരികത്തുമ്മ തട്ടിപ്പോകും, അത്രേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ ചീത്ത വരുന്ന ഒരവസ്ഥ നമുക്ക് ചെറിയ രീതിയിൽ തട്ടിയിട്ട് പോകും. മനസ്സിലാവില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ എനിക്കിവിടെ വരുന്നത്. അതായത് വലിയ വലിയ ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും നമുക്കിവിടെ വരാറേ ഇല്ല. എന്തുണ്ടെങ്കിലും അത് അത്രയും ഐശ്വര്യപൂർണ്ണമായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും. ഇതാണ് വൈലോങ്ങര കളരി എന്ന് പറയുന്ന സങ്കേതം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം, അവസ്ഥകൾ. അപ്പോൾ അത് ഞാൻ ലോകത്തിന് മുന്നിലേക്ക് ആളുകൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. എൻ്റെ ഒരു അനുഭവം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഈ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതും. ഇതിൽ സത്യമുണ്ട്, എല്ലാതും ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് ഇങ്ങനൊരവസ്ഥ, ഇങ്ങനെയുള്ള ഒരു സങ്കേതത്തിനെ ഞാൻ പുറം ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടും ജപത്തോടും സ്വാമിയുടെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും കാര്യസാധ്യങ്ങൾ ഉണ്ടാവട്ടെ, ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്